ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഈ വണ്ടിയുടെ വിൻഷീൽഡിലുള്ള ഈ ഡാർക്ക് സ്പോട്ട്സ്, അതായത് ഡേർട്ട് സ്പോട്ട്സ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിസ്റ്റ എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്റ്റെയിൻ റിമൂവറാണ് ഗൈസ്. അതായത് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഈ വാട്ടർ സ്പോട്ട്സ് ഉണ്ടാവണൊക്കെ റിമൂവ് ചെയ്യണ ഒരു ലിക്വിഡാണെന്നാണ് പറഞ്ഞേക്കണേ. അതായത് നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിൽ വിൻഷീൽഡിൽ അപ്ലൈ ചെയ്തിട്ട് വർക്കാവോ എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ എന്താ പറയുക, ഡേർട്ടും കാര്യങ്ങളൊക്കെ ആ കുത്തു പോലുള്ള ഇത് പോവില്ലോ എന്ന് നമുക്ക് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങിച്ചു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 200 രൂപയ്ക്ക് അടുത്താണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ ലിക്വിഡ് ചേർക്കാൻ പറ്റിയ ക്ലോത്തും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പോഞ്ച് ആയാലും മതി. സ്പോഞ്ചിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ, അതായത് ജസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ അത് ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ റബ്ബ് ചെയ്താലാണ് അത് ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് വാഷ് ചെയ്യാണ്ട് കളയാനുള്ള അതായത് മൈക്രോ ഫൈബർ ക്ലോത്തും നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മുടെ സ്റ്റെയിൻ റിമൂവർ വെച്ച് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ക്ലീൻ ചെയ്ത് ആ വെള്ളം ഡ്രൈ ആയിട്ട് വേണം, തുണി കൊണ്ട് തൂത്ത് ഡ്രൈ ആക്കാണ്ട്, അല്ലാണ്ട് തന്നെ ഡ്രൈ ആവുന്ന രീതിയിലായിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിൻഷീൽഡ്, നമ്മുടെ ഗ്ലാസ് വാഷ് ചെയ്ത് ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ ഇത് വെള്ളം കാര്യങ്ങളൊക്കെ നമ്മുടെ വിൻഷീൽഡിൽ നിന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പയ്യെ നമ്മുടെ സ്റ്റെയിൻ റിമൂവർ നമ്മുടെ ഈ ക്ലോത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് അവിടെ ഇവിടെ നമുക്ക് റബ്ബ് ചെയ്താൽ ഒരുപാട് ഹാർഡ് ആവരുത്, ഒരുപാട് സോഫ്റ്റ് ആവരുത്. മറ്റേ ഉപയോഗിക്കുമ്പോൾ ക്ലോത്ത് നല്ല ക്ലോത്ത് ആയിരിക്കണം. അതായത് ഈ നിലത്ത് കിടക്കുന്ന ക്ലോത്ത് അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലോത്ത് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ സൈഡ് നോക്കിയിട്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കാം. ഇങ്ങനെ റബ്ബ് ചെയ്ത് റൗണ്ടിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് വേണം നമുക്ക് ചെയ്യാൻ. ഒരു 15 സെക്കൻഡോളം ഇതിങ്ങനെ ചെയ്യണം.
ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് തോന്നുന്നു ഗൈസ്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന മോഡൽ അല്ല നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ചെറിയ വ്യത്യാസമുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് ഈ സൈഡ് ചെയ്യാം. ഗൈസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ഈ സർഫേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ട് എടുക്കുക. അതിന് നമ്മളിതൊന്ന് അടച്ച് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലോത്ത് വെച്ച് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ സ്റ്റെയിൻ റിമൂവർ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് മുമ്പ് ഉള്ള നമ്മുടെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വഴി നമ്മൾ ഇടുന്നതാണ് ഗൈസ്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.